RSSന്റെ രണ്ടാം സർസംഘചാലക് ഗുരുജി ഗോൾവൽക്കർ ജീവിച്ചിരുന്ന രാംടേക്കിലെ അതിപ്രശസ്തമായ സ്ഥലമാണ് രാംടേക്ക് കോട്ട. RSSുമായി ഈ കോട്ടയ്ക്കും അവിടുത്തെ രാമക്ഷേത്രത്തിനും അഭേദ്യമായ ബന്ധമാണുള്ളത്. ആ കഥയിലേക്ക്. ഗുരുജി ഗോൾവൽക്കർ ജീവിച്ചിരുന്ന രാംടേക്കിലെ രാംടേക്ക് കോട്ടയും രാം മന്ദിറുമാണ് ഇവിടം. ഈ പ്രദേശത്തിന് സംഘവുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ആ വിശേഷങ്ങൾ ഒന്നറിയാം. രാംടേക്ക് എന്നാൽ രാമൻ വസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. വനവാസ കാലത്ത് ഭഗവാൻ ശ്രീരാമൻ വസിച്ച സ്ഥലമാണ് ഇതെന്ന ഐതിഹ്യം. 18-ാം നൂറ്റാണ്ടിൽ മറാത്ത ഭരണാധികാരിയായിരുന്ന രഘുജി ഭോസ്ലെയാണ് കോട്ട ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ചതെന്ന് ചരിത്രം. മറാഠ വാസ്തുശൈലിയിലുള്ള മനോഹരമായ നിർമ്മിതിയാണ് രാംടേക്ക് കോട്ടയും പരിസരവും. RSSുമായി രാംടേക്ക് കോട്ടയ്ക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. RSSന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇവിടെയാണ്. നാഗ്പൂരിന് പുറത്ത് സംഘത്തിന്റെ ഗണവേഷം അവതരിപ്പിക്കപ്പെട്ടതും രാംടേക്കിലാണ്. രാംടേക്കിലെ രാമക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഉത്സവ സീസണിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ സമയത്ത് തിരക്ക് നിയന്ത്രിക്കുന്നതിനും അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് വെള്ളവും മറ്റും നൽകുന്നതിനും ഡോക്ടർജിയും സംഘപ്രവർത്തകരും സേവന പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഗണവേഷത്തിലായിരുന്നു സേവന പ്രവർത്തനങ്ങളിൽ സംഘപ്രവർത്തകർ വ്യാപൃതരായത്. അതിമനോഹരമായ രാമക്ഷേത്രം രാംടേക്കിന്റെ പ്രത്യേകതയാണ്. ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ കുന്നുകളും തടാകങ്ങളും. കാളിദാസൻ മേഘസന്ദേശം എഴുതിയ സ്ഥലവും രാംടേക്കിലാണ്. RSS പ്രവർത്തകർക്ക് എന്ന പോലെ തന്നെ ടൂറിസ്റ്റുകൾക്കും ഏറെ പ്രിയപ്പെട്ട സ്ഥലമാണ് രാംടേക്ക് കുന്നുകൾ. സംഘം 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നാഗ്പൂരിലെത്തുന്ന ഓരോ സ്വയംസേവകരും നിർബന്ധമായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് ഗുരുജി ഗോൾവൽക്കർ ജീവിച്ചിരുന്ന രാംടേക്കും അതോടനുബന്ധിച്ചുള്ള രാംടേക്ക് കോട്ടയും രാം മന്ദിറും. അത്രമേൽ മനോഹരമായ സ്ഥലം. ടീം ജനം, നാഗ്പൂർ.